ഞാൻ അങ്ങയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത്രയും സമയം കേട്ടിരുന്നു. ശ്രീ അബ്ദുള്ള, അങ്ങയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത്രയും സമയം കേട്ടിരുന്നു. അതിൽ നിന്നും എനിക്ക് തോന്നിയ സംശയങ്ങൾ അങ്ങയോട് തന്നെ ചോദിക്കാമല്ലോ. ഇപ്പോൾ ഈ NIA എന്ന് പറയുന്ന രാജ്യത്തെ അന്വേഷണ ഏജൻസി, അത്രയും ഉന്നതമായ നിലവാരം പുലർത്തുന്ന അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ അങ്ങ് നിരാകരിക്കുന്നു. ഈ റിപ്പോർട്ട്, ഈ അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞ അല്ലെങ്കിൽ കണ്ടെത്തിയ ഈ പരാമർശങ്ങൾ, അവരുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, അത് അങ്ങ് തള്ളിക്കളയുന്നു. അത് വസ്തുതാ വിരുദ്ധമാണ് എന്നങ്ങ് പറയുന്നു, അല്ലേ? ക്ലിയർ ആണല്ലോ? അതെ അതെ ആണല്ലോ, അല്ലേ? അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയുടെ പ്രവർത്തന രീതികൾ ഈ രീതിയിലാണ്. ഇവർക്കൊരു വേരിയസ് വിങ്സ് സച്ച് ആസ് റിപ്പോർട്ടേഴ്സ് വിങ്, പിന്നെ ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ് ആൻഡ് സർവീസ് വിങ്, ഇങ്ങനെ നിരവധി വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉണ്ട്. ഈ റിപ്പോർട്ടേഴ്സ് വിങ് എന്ന് പറയുന്നത് ടു കളക്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡിംഗ് ദെയർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇതൊക്കെ കണ്ടെത്താനുള്ള വിങ്ങാണ് റിപ്പോർട്ടേഴ്സ് വിങ്. ഈ കോടതിയുടെ വിധി, ഈ കോടതി സംവിധാനത്തെയും താങ്കൾ പറയുന്നത് ചില കേസുകൾ ഒത്തുതീർപ്പാക്കാനുള്ള ഒരു സംവിധാനം ആണ് എന്നതാണ്. പക്ഷേ NIA പറയുന്നത് കോടതി വിധിക്കുന്നു, ഇവർ ഇത് നടപ്പാക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് അബ്ദുള്ള ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്ന വാദങ്ങളാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ അബ്ദുള്ള പറയുന്ന പോലെയാണ് കാര്യമെങ്കിൽ ആദ്യം നമുക്ക് ഈ NIAയുടെ റിപ്പോർട്ട് തള്ളിക്കളയേണ്ടി വരും. രണ്ടാമത് പോപ്പുലർ ഫ്രണ്ട് ആ രീതിയിൽ NIA പറയുന്നത് പോലെ 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന വാദത്തെ നിരാകരിക്കേണ്ടി വരും. പിന്നെ ഇതിനകത്തെ കോടതി ദാറുൽ ഹദ, അങ്ങനെ ഒരു കോടതിയില്ല. അങ്ങനെ കോടതിയുണ്ട്, അങ്ങനെ ഒരു നിയമ സംവിധാനമുണ്ട്. പക്ഷെ അതിങ്ങനെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്നതിനപ്പുറം മറ്റൊന്നുമല്ല എന്നും അബ്ദുള്ള പറയുന്നു. ഈ വാദങ്ങളോട് താങ്കൾ യോജിക്കുന്നു, വിയോജിക്കുന്നു? ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇത് സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ പൊന്തി വരുമ്പോൾ അതിനോട് നമ്മളുടെ വിശ്വാസ സമൂഹം സ്വീകരിക്കുന്ന ആ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ള അതേ കാര്യം ഇവിടെയും ആവർത്തിക്കേണ്ടി വരികയാണ്. ഇതുപോലെയുള്ള വാദങ്ങളാണ് സത്യത്തിൽ ഇവിടെ ഈ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം അത് നടത്തുന്ന ആളുകളെ, അവരെ വേർതിരിച്ച് കാണുന്നതിനും അതുപോലെ തന്നെ സാധാരണ മുസ്ലിങ്ങളെ അതിൽ പെടാതെ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട്, അവരെയും അതിനോട് പ്രതികരിക്കുന്ന ആളുകളാക്കി മാറ്റുന്നതിനും ഇവിടെ ഒരു അവസരം കൊടുക്കാതെ ഇത് മുസ്ലിം വേട്ടയാണ് എന്നൊരു ചിത്രീകരണം കൊടുത്തുകൊണ്ട് ഇത് സത്യത്തിൽ ഇതിന്റെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് ഇതുപോലെ അബ്ദുള്ളയെ പോലെയൊക്കെയുള്ള ആളുകളാണ് എന്ന് നമ്മൾ ഇവിടെ ആവർത്തിക്കേണ്ടി വരികയാണ്. ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ചാർജ് ഷീറ്റ് അവിടെ വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും നമ്മൾ ഈ പറയുന്ന ഭീകരവാദത്തിന് അനുകൂലമല്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് അതിനെ അതേ നാണയത്തിൽ എതിർക്കാൻ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെ പ്രചോദനം കൊടുക്കേണ്ട ആളുകളാണ് സത്യത്തിൽ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ഇതിനെ തള്ളിക്കളയുന്നു, ചാർജ് ഷീറ്റിനെ തള്ളിക്കളയുന്നു. അതിൽ പറഞ്ഞതൊന്നും നമുക്കിപ്പോ എടുക്കാൻ കഴിയും. ചാർജ് ഷീറ്റ് ഫൈനലൈസ് ചെയ്ത ഒരു സാധനമാണെന്ന് അല്ലെങ്കിലും ആരാ ഇവിടെ പറയുന്നത്? പക്ഷെ ആദ്യം ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചുവടാണ് എന്ന് പോലും സമ്മതിക്കാൻ സാധിക്കാതെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം വേട്ടയിലേക്ക് എത്തിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ പറഞ്ഞ ദാറുൽ ഖള അത് ഇല്ല എന്നിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം അബ്ദുള്ള തന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞു അത് ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളുടെ പ്രശ്നം ചെറിയ ചെറിയ സില്ലി പെറ്റി കേസുകൾ ഇതേപോലെ പറഞ്ഞു തീർക്കാനുള്ള സാധനമായിരുന്നു അദ്ദേഹം പറഞ്ഞു, അത് സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതേ കോടതികൾ ഇസ്ലാമിക ശരിയ നിയമം അത് ഏതിലൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ അതിലെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന കോടതിയും കൂടിയാണ് എന്നുള്ളത് അദ്ദേഹം മറന്നുപോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് പെറ്റി കേസ് മാത്രമല്ല, ഇതുപോലെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോ 5:33 നമുക്ക് കാണാവുന്ന അള്ളാഹുവിനെതിരെയും അതുപോലെ നമ്മളുടെ പ്രവാചകനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ഖുറാനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയ നിയമമുണ്ട്, കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയണം എന്ന് പറഞ്ഞ് ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ കോടതികളൊക്കെ തന്നെയാണ് ചെയ്തു വെക്കുന്നത്. അതിന് ഉത്തരവിടുന്നത് അവര് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് മാഷ് കൈ വെട്ടിയത്. അതേ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും
ഇറാനിൽ ഈ പറയുന്ന ഹിജാബ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി, അള്ളാഹുവിനെതിരെ കുഴപ്പം സൃഷ്ടിച്ചു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്ന് അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിൽ പല നിയമങ്ങളുണ്ട്. അപ്പോ പെറ്റി കേസ് മാത്രമല്ല, ഇതേപോലെയുള്ള ചില ഭീകരമായ കേസ് വിധികളും പുറപ്പെടുവിക്കാൻ കെൽപ്പുള്ള കോടതി തന്നെയാണ് ഖള എന്നുള്ളത്. അപ്പൊ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഇതിൽ നിന്നും ഇതുപോലെ കണ്ണടച്ച് കളഞ്ഞിട്ട് ഒരു പാല് കുടിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അബ്ദുള്ളയെ പോലെയുള്ള ആളുകളോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ആ സംഗതിയായിട്ട് പറയാൻ, ഭീകരവാദമായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. NIA കൊണ്ടുവരുന്നതിനെ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ കോടതി വിധികളെ തള്ളിക്കളയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നിങ്ങൾക്ക് പറയാം അതിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതല്ലാതെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വെക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, അതിവിടെ മുസ്ലിങ്ങളുടെ ജീവിതമാണ് അപകടത്തിലാക്കുന്നത് എന്ന് പറയുന്നു. ഒരു ചെറിയ കാര്യം കൂടി അബ്ദുള്ള പോലെയൊക്കെയുള്ള ആളുകൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി, അതല്ലെങ്കിൽ അവർ ആശയം മുന്നോട്ട് വെക്കുന്നത്, ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ആളുകൾ പണ്ട് സംസാരിച്ച് നടന്നിരുന്നത് എന്താണ്? അതായത് ഇവിടെ നമ്മൾ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്, ഗവൺമെന്റ് ജോലികൾ നേടരുത്, അത് കാഫിറിന്റെ സംഗതികളാണ്, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ ഇന്നിപ്പോ ഇതേപോലെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യയിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ, മതേതരവൽക്കരിക്കപ്പെട്ടേ പറ്റൂ എന്നുള്ളത് ഇസ്ലാമും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ നല്ല ലക്ഷണമാണ് അബ്ദുള്ളയിലൊക്കെ കാണുന്നത്. അതിനെ നമ്മൾ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു, അനുമോദിക്കുകയും ചെയ്യുന്നു.